നൈറ്റാണോ ചെയ്തത് രാവിലെയാണോ ചെയ്തത്? നൈറ്റ്. എന്നിട്ട് ഇത്ര കുരുകുരാന്ന് ഇത്ര സ്പീഡ് അതെങ്ങനെ പഠിച്ചോന്ന് പറഞ്ഞേ? അത് ഈ AC ഇരിക്കുമ്പോഴേ എനിക്ക് രോമാഞ്ചം വരും പെട്ടെന്ന്. അപ്പം ഹെയർ അങ്ങനെ പൊങ്ങി വന്നെയാണ് തോന്നുന്നത്. AC-ലിരുന്നപ്പോൾ രോമാഞ്ചം വരും. ഒരു മാർച്ച് കഴിയുമ്പോൾ അടുത്ത മാർച്ചിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും അല്ലേ അമ്മല്ലേ? ഓൾറെഡി വീഡിയോസിൻ്റെ ഒക്കെ കമൻറ്റിൽ അതാണ് വരുന്നത്, ചമയവിളക്കാകുമ്പം പൊങ്ങി വരും എന്നൊക്കെ പറഞ്ഞിട്ട്. നമസ്കാരം, എൻ്റെ പേര് അമൽജി നായർ. ഈ വർഷത്തെ 2025 കൊറ്റംകുളങ്ങര ദേവിയുടെ ചമയവിളക്ക് മഹോത്സവം എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ കഴിഞ്ഞ 3 വർഷമായിട്ട് വിളക്കെടുക്കുന്നുണ്ട്. ഈ വർഷം വിളക്കെടുക്കാനായിട്ട് പോവുകയാണ്. അതിൻ്റെ ഓർണമെൻറ്റ്സും ഡ്രസ്സും ഒക്കെ ചെയ്യുന്നത് ശ്രീലത ശ്രീ ചിത്തിര ബ്യൂട്ടി പാർലർ ആറ്റിങ്ങിൽ നിന്നാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡ്രസ്സും ഓർണമെൻറ്റ്സും സെലക്ട് ചെയ്യാം. ഞാനൊരു ക്ലാസിക് എലഗൻ ലുക്കാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിന് ചേരുന്ന ടൈപ്പ് ഒരു ഓർണമെൻറ്റ്സ് വേണം, ഒന്ന് കാണിച്ചു തരാം. ഇഷ്ടം പോലെ ഉണ്ട്. കുന്തൻ ടൈപ്പ് ആയാലും പൊൾക്കി ആയാലും ആൻറ്റിക്കിൻ്റെ ആയാലും ഇഷ്ടം പോലെ ഉണ്ട്. അത് നമ്മുടെ അമ്മളുടെ മേക്കപ്പിനെ ഡ്രസ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് ഏതാ ചേരുന്നതെന്ന് വെച്ചാൽ നമുക്കതിട്ട് ചെയ്യാം. അത് നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ്. അതുപോലെ തന്നെ ഇതും ഇതിൽ ഫുള്ള് ലക്ഷ്മി ദേവിയാണ്. ഈ മലയിൽ വന്നിരിക്കുന്ന ഫുള്ള് ലക്ഷ്മി ദേവിയാണ്. ഇട്ട് നിൽക്കുമ്പോൾ നല്ല നീ ഉദ്ദേശിക്കുന്ന ആ ഒരു എലഗൻ ലുക്ക് തന്നെയായിരിക്കും കിട്ടും. ഇത് കണ്ടിട്ട് ഫുള്ള് ഞാൻ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുക. അപ്പം ഡ്രസ്സ് ചെയ്തിട്ട് നമുക്ക് ആൻറ്റി തന്നെ ഒരെണ്ണം സെലക്ട് ചെയ്ത് തന്നാൽ മതി അല്ലേ? ഈ നെറ്റിച്ചുട്ടി കളക്ഷൻസ് ഒക്കെ ഇതിൽ നിനക്ക് ഏത് വേണേലും സെലക്ട് ചെയ്യാം. ഹെയർ സ്റ്റൈലിനെ ഡിപ്പെൻഡ് ചെയ്തും ഡ്രസ്സിനെ ഡിപ്പെൻഡ് ചെയ്തുമാണ് നമ്മൾ ഈ നെറ്റിച്ചുട്ടി സെലക്ട് ചെയ്ത് വെക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ മുഖത്ത് വയ്ക്കുമ്പോൾ തലയിൽ വയ്ക്കുമ്പോൾ അത് ഭംഗിയും വരണം നമുക്ക്. അതെ. നമുക്ക് എന്തായാലും ഡ്രസ്സും കൂടെ നോക്കിയിട്ട് സെലക്ട് ചെയ്യാം. ഡ്രസ്സ് നോക്കാം. ആൻറ്റി, ഞാനൊരു ട്രഡീഷണൽ ലുക്കാണ് ഉദ്ദേശിക്കുന്നത്, ചമയവിളക്കായതുകൊണ്ട്. അപ്പം ഇതിനകത്ത് നമുക്ക് നല്ലൊരു ട്രഡീഷണൽ ലുക്ക് എടുത്തിട്ട് നമുക്ക് ഫുൾ മേക്ക് ഓവറും കൂടെ ചെയ്യാം. അമ്മലിന് ഇഷ്ടപ്പെട്ടത് നോക്കിയെടുത്തു. അതിനകത്ത് ട്രഡീഷണൽ ഒരുപാടുണ്ട്. ഗ്രീനും ഒക്കെ ട്രഡീഷണലാണോ പഠിച്ച് കാണിച്ച്? ഓക്കെ, നമുക്കിനി മേക്ക് ഓവർ വീഡിയോയിലേക്ക് പോവാം. മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ഒരു മാർച്ച് കഴിയുമ്പോൾ അടുത്ത മാർച്ചിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും അല്ലേ അമ്മല്ലേ? ഓൾറെഡി വീഡിയോസിൻ്റെ ഒക്കെ കമൻറ്റിൽ അതാണ് വരുന്നത്, ചമയവിളക്കാകുമ്പം പൊങ്ങി വരും എന്നൊക്കെ പറഞ്ഞിട്ട്. എത്ര പേരാണ് നമ്മോട് ചോദിക്കുന്നതെന്നറിയാമോ? നമ്മൾ പക്ഷേ അങ്ങനെ നമുക്കങ്ങ് അമലിന് ചെയ്യുമ്പോൾ എല്ലാവർക്കും നമുക്ക് ചെയ്യാനും എടുക്കാനും പറ്റത്തില്ലല്ലോ. മേക്കപ്പും അതുപോലെ തന്നെ. ത്രെഡ് ചെയ്തത് വളർന്നിരിക്കുന്നുണ്ട്. കണ്ണടച്ച ത്രെഡ് ചെയ്യണമല്ലോ. ടേക്ക് ചെയ്ത് ഇനിയിപ്പോൾ അത് പിടിപ്പിച്ചിട്ട് എടുക്കാം. ഓരോ തവണ അമലിന് ചമയവിളക്കിന് വേണ്ടി മേക്കപ്പ് ചെയ്യുമ്പോഴും എന്ത് വെറൈറ്റിയാണ് അമലിന് കൊടുക്കാൻ പറ്റുന്നത്, എന്ത് വെറൈറ്റി നമുക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഡ്രസ്സിലായാലും മേക്കപ്പിലായാലും ഹെയർ സ്റ്റൈലായാലും നമുക്ക് ഓരോ തവണയും ഓരോ ലുക്ക് കൊടുത്താലേ അനൊരു അല്ലേ അമലേ? അതെ. അത് കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന കുറേ പേരെ ഉണ്ട്. അത് കാണാൻ വേണ്ടി മാത്രം. അതെ.
എന്തടാ നീ ഇന്നലെയാണോ ഷേവ് ചെയ്ത്? ഇനി ഇന്ന് ചെയ്യാൻ എന്ത്? ഇന്ന് രാവിലെ ഏർലി മോർണിംഗ് ചെയ്യാൻ ആയതുകൊണ്ട് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇന്നലെ നൈറ്റ് ചെയ്തു. നൈറ്റാണോ ചെയ്തത് രാവിലെയാണോ ചെയ്തത്? നൈറ്റ്. എന്നിട്ട് ഇത്ര കുരുകുരാന്ന് ഇത്ര സ്പീഡ് അതെങ്ങനെ പഠിച്ചോന്ന് പറഞ്ഞേ? അത് ഈ എ സിയിലിരിക്കുമ്പോഴേ എനിക്ക് രോമാഞ്ചം വരും പെട്ടെന്ന്. അപ്പം ഹെയർ അങ്ങനെ പൊങ്ങി വന്നെയാണ് തോന്നുന്നത്. എ സിയിലിരുന്നപ്പോൾ രോമാഞ്ചം വരും. അത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഒരാൾക്ക് എ സി ഇരിക്കുമ്പോഴത്തേനും ഇങ്ങനെ കുരുകുരാന്ന്. ഇപ്പം ഈ ഇടയ്ക്ക് തുടങ്ങിയ അസുഖമാണത്. നീ സ്കിൻ കെയർ ഒക്കെ ചെയ്യാറുണ്ടോടാ മലെ? ഇതുവരെ ഞാനൊന്നും ചെയ്തിട്ടില്ല ആൻറ്റി. ഒരു സ്കിൻ കെയറും ചെയ്തിട്ടില്ല? ഇതുവരെ ചെയ്തിട്ടില്ല. എന്നാൽ ഇനി നീ ശ്രദ്ധിക്കണം കേട്ടാ. സ്കിന്നിന് അതിന് കെയറിങ് കൊടുത്താലേ പറ്റൂ. ഇപ്പം എത്ര ഏജ് ആയി നിനക്ക്? 27. 27 പറയത്തില്ലടാ. 27 ആയെന്ന് കണ്ടാൽ പറയേയില്ല. 27 അതെ, ഞാൻ 98-ലുള്ളതാണ്. 98. വർഷം പറയുമ്പോൾ പിന്നെ എന്തായാലും ഏജ് ഓക്കെയാണ്. ചർമ്മം കണ്ട പ്രായം പറയത്തില്ല കേട്ടാ. താങ്ക് യു. ആൻറ്റി എല്ലാ വർഷവും ചെയ്യുന്നതാണ്, എന്നാലും ചോദിക്കുകയാണ് ഇപ്രാവശ്യം എങ്ങനെ ഉണ്ട്, എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഫേസിൽ? മാറ്റങ്ങൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ചെയ്ത ആദ്യത്തെ തവണ നിനക്ക് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ചീക്ക് ബോൺ കുറച്ചും കൂടെ ഒന്നി നിൽക്കുകയാണ്. ബാക്കി എല്ലാം ഓക്കെയാണ്. ഫേസ് ഓൾറെഡി ക്യൂട്ട് ഫേസാണ്. നോസ് ഹൈലൈറ്റ് ആണ്. നിൻ്റെ നോസ് എന്ന് പറഞ്ഞാൽ ഹൈലൈറ്റിംഗ് ആണ്. അതുപോലെ തന്നെ ലിപ്പ്, ചിരി എല്ലാം ബെറ്ററാടാ. സൂപ്പറാ. അപ്പോൾ നമുക്ക് ഇനി ഡ്രസ്സ് ചെയ്താലോ? ഡ്രസ്സ് ചെയ്യാം നമുക്ക്. ഓക്കെ. ഈ മാല ഇടാമേ. നല്ല ഇതൊരു ഹെവി ചോക്കറാണ്. ഓക്കെ.
ചമയവിളക്കിൻ്റെ ഫൈനൽ ലുക്ക് ആയിട്ടുണ്ട്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഓരോ വർഷവും ഭയങ്കര എക്സ്പെക്റ്റേഷനോട് കൂടി തന്നെയാണ് ആൻറ്റിയെ കോൺടാക്റ്റ് ചെയ്യുന്നത്. ആ ഒരു ലുക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ഇപ്രാവശ്യം അതുപോലെ തന്നെ ഒരു എലഗൻറ്റ് ആയിട്ടുള്ളൊരു ക്ലാസിക് ലുക്ക് കിട്ടിയിട്ടുണ്ട്. ദേവിക്ക് ഒരുപാട് ശരണം വിളികൾ ഞാൻ നേരുന്നു. അതുപോലെ തന്നെ അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്നൊരു സ്വീകാര്യത, നമ്മൾ നേർച്ചയുടെ ഭാഗമായിട്ടാണ് ഇത് എടുക്കുന്നതെങ്കിലും അവിടെ ചെല്ലുമ്പോൾ പബ്ലിക്കിൽ നിന്ന് കിട്ടുന്ന ഒരു സ്വീകാര്യത എന്ന് പറയുന്നത് വളരെ വലുതാണ്. കഴിഞ്ഞ വർഷം എടുത്തിട്ട് ഒരുപാട് ആൾക്കാർ നല്ല അഭിപ്രായം പറഞ്ഞു. പല ആൾക്കാരും ഈ ഒരു ലുക്കിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണെന്ന് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കെല്ലാം 100% ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് ഈ ഒരു ലുക്ക് കണ്ടപ്പോഴത്തേക്കിനും. ആൻറ്റിക്ക് ശ്രീലത ശ്രീചിത്ര ബ്യൂട്ടി പാർലറാണ് മേക്ക് ഓവർ നടത്തിയത്. ആൻറ്റിക്ക് ഒരുപാട് നന്ദി. എങ്ങനെയുണ്ട് അമലെ? ഔട്ട്ഫിറ്റൊക്കെ ചെയ്തത് ഇഷ്ടപ്പെട്ടു. അതെന്ത് ചോദ്യമാണ്. ഡിസൈനിങ് ഒക്കെ എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ആക്ച്വലി മെറ്റീരിയൽ തന്നപ്പം പറഞ്ഞില്ലേ ബ്ലൗസ് നന്നായിട്ട് ചെയ്യണമെന്നുള്ളത്. ബ്ലൗസ് നല്ല രസമുണ്ട് കാണാനായിട്ട്. സ്കേർട്ട് ഒത്തിരി എഫേർട്ട് എടുത്താണ് നമ്മൾ ഈ സ്കേർട്ട് ഇങ്ങനെ ചെയ്യുന്നത്. എല്ലാവരും ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല. അത്രയും ഒരു അടുക്കി തന്നെ നല്ല ഭംഗിക്ക് ചെയ്തിട്ടിരിക്കുന്നില്ലേ? ഓർണമെൻറ്റ്സ് ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നല്ല രസമുണ്ട്. ഒരു എന്താ പറയുക, യുണീക്കായിട്ടുള്ള കളക്ഷൻസ് പോലെ നല്ല കളക്ഷനാണ്. ഈ നെക്ലസൊക്കെ നല്ലൊരു ചോക്കറാണ്, പുതിയ കളക്ഷനാണ്. അതുപോലെ തന്നെ ഈ കമ്മലും വെറൈറ്റി ആയിട്ടുള്ളൊരു കമ്മലാണ്. നമുക്ക് ഇയറിന്ന് തന്നെ ഇയർ സ്റ്റാർട്ടും ചെയിനും ഒക്കെ ആയിട്ടുള്ളത് എല്ലാം കൊള്ളാം. ഈ വിളക്കെടുത്താൽ മാത്രം മതിയല്ലേ? ചമയ വിളക്കല്ലേ? അതെ, ചമയ വിളക്ക്. വളരെയധികം സന്തോഷം, നന്ദി. അപ്പം എന്താ പറയുക, എൻ്റെ ഒരു ലുക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഇഷ്ടങ്ങളെല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇനി നമുക്ക് അമ്പലത്തിലെ വിളക്കുമായിട്ട് കാണാം.